എന്തിനാ അവിടെ പറഞ്ഞു നിന്നേ? കാണാൻ. ആരെ? എന്തിനാ കാണണേ? നല്ല രസമുണ്ട്. നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ട ഒരു കുറുക്കനെ മാതിരിയാ. എന്റെ പേരെന്താ? ഭാഗ്യം. ഭാഗ്യലക്ഷ്മി. ശങ്കുണിക്കൊല്ലിനെ അറിയോ? മോളുടെ മോളാ. നിങ്ങൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്തിനാ? ആ പുലിയെ കൊല്ലാൻ. ആ പാവം വല്ലയിടത്തും ജീവിച്ചോട്ടെ. പാവം ചെകുത്താനാ അത്. ചെകുത്താൻ എന്നെ ആരും ഇല്ലാത്തോളാക്കിയത് ആ അസത്ത. അല്ലെങ്കിൽ എന്തിനാ നീ കരയണേ? നിങ്ങൾക്കറിയോ, എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു. 10 വയസ്സ് വരെ എന്നെ താഴെ വയ്ക്കാതെ വളർത്തിയത്. എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ അമ്മയെ കടിച്ചു കൊന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോവോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടാക്കിയത് അതാ. അതിന് നിങ്ങൾ കൊല്ലണം. കൊന്ന നിങ്ങൾ ചോദിക്കണ എന്ത് ഞാൻ തരാം. ഭാഗ്യം, ഞാൻ പിന്നെ വരാട്ടോ. എന്താ പേര്? എടോ, അവളൊരു പാവം പെണ്ണ. അതിന് തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താലുണ്ടല്ലോ താൻ ജീവനും കൊണ്ട് പോവില്ല. ഓർത്തോ? അമ്പടി ഹേമി, നിന്നെ ഞാനിന്ന് കൈയും കാലും കെട്ടി വെള്ളത്തിൽ താത്തും. സൂത്രം കാണിച്ചാണല്ലേ നിന്നെ ഞാൻ ഇന്ന്. നിന്നെ കിട്ടും. കിട്ടും കിട്ടും. ഇത്തിരി പുളിക്കും. ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ചുട്ടു തിന്നോ? എന്റെ ഇഷ്ടം പോലെ. ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ചു തരാം. എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരിയുടെ ചോറും തരാം. വേണ്ട, നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തന്നോ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യൂല. കൂട്ടാൻ വെച്ച് ഞാൻ കൊണ്ടുവരട്ടെ? വേണ്ട, എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വന്നൊന്ന് ചിനുങ്ങണ്ട, അത് കുഴപ്പാ.
ഇതത്ര നല്ലതിനല്ല. ഏത്? ഈ ചിരിയും കുഴയിലൊക്കെ ഞാൻ എല്ലാം കണ്ടു. തോമസ് കുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അയാൾ ചീത്തയ ഭാഗ്യം. വേറെ വല്ലതും പറയാനുണ്ടോ? നിനക്ക് തന്നെ പറ്റി? ഒന്നുമില്ല. അതല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ദേ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെന്ന് ചാടണ്ട കേട്ടോ. കളിയും തമാശയൊക്കെ കൊള്ളാം. കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നതാ. ജാതിയും മതവും മറന്നുള്ള കളിയൊന്നും വേണ്ട. മറ്റെന്തും മറക്കാല്ലേ? ആ വെള്ളപ്പൂവൻ എവിടെ പോയി? എന്ത് വേണം? ഇതൊന്ന് ശരിയാക്കി തരുമോ? ആരാ അത്? എന്താ? ഇതൊന്ന് വെച്ച് കിട്ടിയ കോഴിയിറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി. നല്ല കോഴിയാ. നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് വയ്ക്കണം. അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ, പാവം. മോളാണല്ലേ? അല്ല, എന്റെ സെക്കൻഡ് വൈഫാ. ഭാര്യ മരിച്ചാ കൂടെ ചാവാൻ പറ്റുമോ? വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ? കണ്ടാ തന്റെ ഇടിയാണെന്ന് തോന്നും, പക്ഷേ ശുദ്ധ പാവം. സാറേ ഓട്ടെ. നീ എന്നെ ചതിച്ചു അല്ലേടി? കൊല്ലും ഞാൻ നിന്നെ, കൊല്ലും ഞാൻ നിന്നെ. എന്ത് ബ്രാൻഡാണ് പൂർണ്ണമായി കാണിക്കുന്നത്? എന്ത് തെറ്റാണ് ഇവൾ പിഴയാടും. ആ വാറുണ്ട് ഇന്നലെ എവിടെയാ കിടന്നത്? ചോദിച്ചപ്പോ പറയാ, കെട്ടിയവന്മാർക്ക് ചുണയില്ലെങ്കിൽ ആണുങ്ങൾ കുടുംബത്തിൽ കയറുന്നു. ഇടി മൂത്തേവി, ഉരുപ്പെട്ടവളെ എന്നെ കൊല്ലുന്ന എന്തിനാ? അയാളുടെ ചാരവും കോഴി തിന്ന് ബോധം കെട്ട് കിടന്ന് പോർക്കണം. അല്ല, ഇത് നാട്ടുകാര് മുഴുവൻ അറിയിക്കാണല്ലോ. ഉളുപ്പും മാനില്ലാത്ത ജാതിക്കള്. എടോ നടന്നതോ നടന്ന് ബാക്കിയുള്ള നാട്ടുകാരെ ഇറക്കിയെങ്കിൽ ചെന്ത കൊട്ടിയാണ്. അങ്ങോട്ട് കയറി പോടത്തേക്ക് മോളെ. അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് പോകുന്നു. എന്താണ് നിങ്ങളൊക്കെ ഇവിടെ നോക്കിയിരിക്കണത്? ഇവിടെ വയലിൽ പറിച്ചിട്ടുണ്ടോ? പോയില്ലേ അവിടുന്ന്? നിന്റെ പൊന്നും വക്കീലേ, ആ ചേച്ചാനെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സ്ഥിതിയായല്ലോ. പിള്ളാച്ചനോ? അല്ലാന്ന് ഹിമാർ മാറുണ്ണി ഓനെ കൊണ്ട് ഈ നാട്ടിൽ കഴിഞ്ഞുവിടാൻ പറ്റാണ്ട് അയക്കുന്നു. ആ നായാട്ടുകാരൻ ആള് കൊള്ളാം. അവനിവിടെ പല കുടുംബങ്ങളിലും കയറി നായാടുന്നുണ്ടെന്നാണ് കേൾവി. ഏതായാലും എനിക്ക് പെമ്മക്കളില്ലാത്തത് എന്റെ ഭാഗ്യം. ബാപ്പാ, ചേച്ചി അകത്ത് പോ. എന്നാ അകത്ത് പോകാൻ പറഞ്ഞ? വേണ്ടടാ, മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല, മനസ്സിലായോ? ഇന്ദിരം കെട്ടതും പൊണ്ണാലേ, ചന്ദിരം കെട്ടതും പൊണ്ണാലേ.
ഇന്ദിരം കെട്ടതും പൊണ്ണാലെ ചന്ദിരം കെട്ടതും പൊണ്ണാലെ വാറുണ്ണി കെട്ടതും പൊണ്ണാലെ നാട്ടുകാര് കെട്ടതും പൊണ്ണാലെ. നിന്നെ പാമ്പ് വലിക്കൂടാ, കാലപാമ്പ് കുത്തി വലിക്കും. കെടുകതും പൊണ്ണാലെ കെടുവതും കണ്ണാലെ. നിന്നോട് ആരാ ഈ നുണയൊക്കെ പറഞ്ഞത്? നുണയൊന്നുമല്ല, പിള്ളേച്ചന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ? അതുപോലെ പല വീട്ടിലും കുഴപ്പാണ്. മാനക്കേടുകൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്ന കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ. കഷ്ടം. ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കണു. നല്ല തമാശക്കാരനാ. പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കയ്യും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. നിന്നോട് അയാൾ ഒരു അനാവശ്യം പറഞ്ഞില്ലേ? പൊട്ടനെ പോലെ കിടന്ന് ചിരിക്കും, ചിലപ്പോ ചെവിമ പിടിച്ച് തിരുമു. ദേ സൂക്ഷിക്കണം കേട്ടോ. എനിക്കിഷ്ടം അയാളെ. ആ മീശയും ചോര കണ്ണും. റബ്ബേ, എന്ത് പ്രാന്ത എന്റെ ഭാഗ്യം ഈ പറയണേ. എന്റെ തലക്ക് പ്രാന്ത് തന്നെയാ. സീനു, ഞാൻ പോവാ. ഭാഗ്യം, ഞാൻ വന്നോണ്ടാണോ പോണത്? അല്ല, വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്. എന്നെ ഒഴിവാക്കണല്ലേ? തോന്നുക. ഞാനെന്തിനാ ഒഴിവാക്കണം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ. എന്നോടെന്താ പിണക്കം? എനിക്ക് പിണക്കൊന്നുമില്ല. ഞാൻ പോട്ടെ. ഭാഗ്യം, കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയോ? നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഈശ്വര, ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ലെന്നോ? 7 പകലും 7 രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ? അത് പുലിയെ കൊല്ലാൻ പറ്റിയല്ലേ? അല്ലാതെ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? പറയേ. എന്ത് കഷ്ടാന്റെ ഈശ്വര. ഭാഗ്യക്കുറി, ദേ ആ പെണ്ണിന് പ്രാന്താ. അയാൾ നിർത്ത്.